ജിത്തു ജോസഫ്, ആസിഫ് അലി പടം മിറാഷ്. സോ കിങ് ഓഫ് ത്രില്ലേഴ്സ് എന്നൊക്കെ പറയുന്ന ഡയറക്ടറാണ് ജിത്തു ജോസഫ്. ആളുടെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കാണാതിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ പോയി കണ്ടു. ആൻഡ് ആസിഫ് അലി 2024-2025 അങ്ങേരുടെ ഒരു പീക്ക് പീരീഡ് അല്ലെങ്കിൽ ഒരു പ്രൈം പീരീഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലിറ്ററലി എന്റെ സ്ഥിരം ഡയലോഗാണ്. ലിറ്ററലി ഞാൻ കരഞ്ഞു. ഈ സിനിമ കണ്ടിട്ട് ഞാൻ കരഞ്ഞു. നോട്ട് ബിക്കോസ് ദ മൂവി ഈസ് സോ ഇമോഷണൽ ആയതുകൊണ്ടല്ല. ഉറക്കം വന്ന് കോട്ടുവായി ഇട്ടിട്ട് ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കരഞ്ഞു. കണ്ണിക്കൂടെ ഇത്രയും വെള്ളം എനിക്ക് തോന്നുന്നു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പോലും വരില്ല. ബിരിയാണി കട്ട് അടിച്ചിട്ട് കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ പോലും എനിക്ക് ഇത്രയും കോട്ടുവായ വന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം സെക്കൻഡ് ഹാഫ് കിടുവാണോ എന്നല്ലേ പറയാം. ഡിറക്റ്റഡ് ബൈ ജിത്തു ജോസഫ് എന്ന് 2 വട്ടം ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ജിത്തു ജോസഫിന്റെ പടമാണെന്ന് ആൾക്കാർ വിശ്വസിക്കും. അല്ലെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ വിശ്വസിക്കില്ല. ഇങ്ങനെയാണ് എങ്ങനത്തെ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുള്ളത്. ഐ കാൺ റിയലി ബിലീവ്. അജാതി ഒരു സാധനമാണ്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു മിസ്സിംഗ് കേസും പരിപാടിയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ജിത്തു ജോസഫ് വേ ഓഫ് ഫിലിം മേക്കിംഗ്, ലാഗ് പറയുന്ന സാധനം സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഓക്കെ, ശരിയാണ്. അത് പറഞ്ഞിട്ട് ഒരു സിനിമയുടെ അരഭാഗം ഫസ്റ്റ് ഹാഫ് ഫുള്ള് ലാഗ് ആരെങ്കിലും കൊണ്ടേ വെക്കൂ? അജാതി ലാഗ് അടിപ്പിക്കല് വിത്ത് നാടകം തോറ്റു പോകുന്ന ഡ്രമാറ്റിക് ഡയലോഗ്. അജാതി ഡ്രമാറ്റിക് ആണ്. ആൻഡ് പെർഫോമൻസ് അതിലേറെ ആർട്ടിഫിഷ്യൽ ആയിരുന്നു. അതിൽ ആദ്യം എടുത്ത് പറയേണ്ടത് അപർണ ബാലമുരളിയെ പറ്റിയിട്ടാണ്. അപർണ ബാലമുരളി ഈ സിനിമയിൽ എന്തോ വലിയ